നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വെള്ളപ്പൊക്ക ബാധിത മേഖലകളിലേക്ക് കൂടുതൽ ബോട്ടുകൾ എത്തിക്കാനുള്ള പ്രവർത്തനം തുടരും. തങ്കശ്ശേരി ഹാർബറിൽ നിന്നുമാണ് ബോട്ടുകൾ എത്തിക്കുന്നത്. ആറന്മുള, റാന്നി, തിരുവല്ല ഭാഗങ്ങളിലേക്ക് ബോട്ടുകൾ അയച്ചു. മഴക്കെടുതി അടിയന്തര ഘട്ടം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയതായി മന്ത്രി എം ലിജു. തോട്ടപ്പള്ളി സ്പിൽവേയും കടൽക്ഷോഭ ബാധിത മേഖലകളും മന്ത്രി സന്ദർശിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധം. CPIM-ന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച്. പദ്ധതി വിഹിതം പുനഃസ്ഥാപിക്കണമെന്ന് CPIM. വിശദമായ വാർത്തകളിലേക്ക്. വെള്ളപ്പൊക്ക ബാധിത മേഖലകളിലേക്ക് കൂടുതൽ ബോട്ടുകൾ എത്തിക്കാനുള്ള പ്രവർത്തനം തുടരുന്നു. കൊല്ലം തങ്കശ്ശേരി ഹാർബറിൽ നിന്നുമാണ് ബോട്ടുകൾ എത്തിക്കുന്നത്. ആറന്മുള, റാന്നി, തിരുവല്ല ഭാഗങ്ങളിലേക്കാണ് ബോട്ടുകൾ അയച്ചത്. പത്തനംതിട്ട ജില്ലയിൽ വെള്ളപ്പൊക്കം ഗുരുതരമായി ബാധിച്ച പ്രദേശങ്ങളിലേക്കാണ് കൂടുതൽ ബോട്ടുകൾ എത്തിക്കുന്നത്. കൊല്ലം തങ്കശ്ശേരി ഹാർബറിൽ നിന്ന് കൂടുതൽ ബോട്ടുകൾ വെള്ളപ്പൊക്ക ബാധിത മേഖലകളിലേക്ക് എത്തിക്കാൻ മന്ത്രി ബിന്ദു കൃഷിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. തിങ്കളാഴ്ച 10 ബോട്ടുകൾ പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചു. റാന്നി, തിരുവല്ല മേഖലകളിലേക്കാണ് 10 ബോട്ടുകൾ അയച്ചത്. 40 തൊഴിലാളികളും ബോട്ടുകൾക്കൊപ്പമുണ്ട്. തങ്കശ്ശേരിയിൽ നിന്ന് ആറന്മുള ഭാഗത്തേക്കും വള്ളങ്ങൾ എത്തിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. വെള്ളപ്പൊക്ക മേഖലകളിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ദുരിതം നേരിടുന്ന പ്രദേശങ്ങളിലേക്ക് ബോട്ടുകൾ എത്തിക്കാനുള്ള നടപടി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. CPIM-ന്റെ നേതൃത്വത്തിൽ ചവറ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചാണ് ചവറ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. CPM ചവറ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി മനോഹരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാര്യങ്ങളിൽ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന VD സതീശനടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ, UDF-ന്റെ ഘടകകക്ഷി നേതാക്കന്മാർക്ക് ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ വെണ്ടാട്ടമേയില്ല. 13,000 കോടി രൂപയ്ക്കാണ് അതിനുശേഷം നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അദാനി ഗ്രൂപ്പിന്റെ 49% ഓഹരികൾ ഒരു വിദേശ കപ്പൽ കമ്പനിക്ക് കൈമാറ്റം ചെയ്യാൻ ആവശ്യമായ തരത്തിലേക്കുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, അവർക്ക് 1000-ഓളം കപ്പലുകൾ സ്വന്തമായിട്ടുള്ള ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിപ്പിംഗ് മേഖലയിലെ ഒരു സ്വകാര്യ മേഖലയിലുള്ള കമ്പനിയാണ്. 1000-ഓളം കപ്പലുകൾ അവർക്ക് സ്വന്തമായിട്ടുണ്ട്. 13,000 കോടി രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. അദാനിയുടെ മുതൽ മുടക്ക് എത്രയാണ്? ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ കാലത്താണല്ലോ കൊണ്ടുവന്നത്. 2600 കോടി രൂപയാണ് ഞങ്ങളുടെ മുതൽ മുടക്കെന്ന് അവർ തന്നെ പറയുന്നു. അപ്പൊ 2600 കോടി രൂപ അവർ പറയുന്നത് അംഗീകരിച്ചാൽ തന്നെ 13,000 കോടിക്ക് വിൽക്കുമ്പോൾ എത്ര കോടി രൂപയുടെ കൊള്ളയാണ് ഇവിടെ നടക്കുന്നത്? സംസ്ഥാന ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകാൻ ആവശ്യമായ തലത്തിലേക്കുള്ള അനുബന്ധ പദ്ധതികൾ. ഞാൻ നേരത്തെ പറഞ്ഞു, 2600 കോടി രൂപയാണ് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദാനി ഗ്രൂപ്പ് മുടക്കിയിരിക്കുന്നതാണ് അദാനി ഗ്രൂപ്പ് പറയുന്നത്. എന്നാൽ അവിടെ ജോലി ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ പറയുന്ന അവിടുത്തെ വാർപ്പേജ് കെട്ടല്, അവിടുത്തെ ലിഫ്റ്റ് പോലുള്ള ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടി അവരുടെ കണക്കാണ്. അവർ ചെലവഴിച്ചെന്ന് അവർ പറയുന്ന 2600 കോടിയിൽ അവരുടെ ഓരോ കണക്കിലും 3 ഇരട്ടിയോ 4 ഇരട്ടിയോ വിലയിട്ടുകൊണ്ടാണ് ഈ 2600 കോടി എടുത്തിരിക്കുന്നത്. അപ്പൊ എത്ര രൂപയാവും? 2600 കോടി രൂപയുടെ പകുതി പോലും ഈ വ്യവസായി അവിടെ മുടക്കിയിട്ട് അവിടെയാണ് 13,000 കോടി കൊണ്ടുപോകാൻ പോകുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് അറിഞ്ഞില്ലെന്ന് പറയുന്നത് തെറ്റാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അറിവോടെ, ധാരണയോടെ ജെ ജോയ്, വിക്രമക്കുറുപ്പ്, സുരേഷ് ബാബു, ശാലിനി S എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫേസ് ജില്ലാ കൺവെൻഷൻ നടത്തി. ശാസ്താംകോട്ടയിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ഉല്ലാസ് കോവൂർ MLA ഉദ്ഘാടനം ചെയ്തു. അക്ഷയ സംരംഭകരുടെ സ്വതന്ത്ര സംഘടനയായ ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രൈസ് ഫേസിന്റെ ജില്ലാ കൺവെൻഷനാണ് ശാസ്താംകോട്ടയിൽ നടത്തിയത്.
ഉല്ലാസ് കോവൂർ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. എന്ന വലിയൊരു വിഷയം നമ്മുടെ മനുഷ്യ ജീവിതത്തെ ബാധിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ആ ചുവപ്പ് നാടകങ്ങളെ കുരുക്കഴിച്ചു കളയാൻ ഏറ്റവും ജനങ്ങളെ സഹായിച്ചത് അക്ഷയ സെൻ്ററുകൾ തന്നെയാണ്. ഒരു ഓഫീസിൽ നമ്മൾ എത്ര തവണ കയറി ഇറങ്ങിയാലാണ് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുക. പക്ഷേ കൃത്യമായി സമയബന്ധിതമായി അത് പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക്, ഇത്തരം കാര്യങ്ങളിൽ അറിവില്ലാത്തവർക്ക് ഏറ്റവും സഹായകരമായ മനുഷ്യത്വപരമായ നിലപാട് അക്ഷയ സെൻ്ററുകൾക്കുണ്ട്. ഇപ്പോഴുമുണ്ട്, പണ്ടുമുണ്ട്. എന്നാൽ നിങ്ങളുടെ ലാഭം എത്ര എന്ന് ചോദിച്ചാൽ അത്ഭുതകരമാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിക്കുള്ള വരുമാനം നിങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അത്ഭുതകരമാണ്. എങ്കിലും സർവീസാണ് നിങ്ങളുടെ മുഖമുദ്ര. മുഖമുദ്ര അതിനാണ് ഫേസ്. അപ്പോൾ സേവന സന്നദ്ധരായി ബിസിനസ്സാണെന്ന് പറയാൻ കഴിയുമോ? കഴിയുന്നില്ല. സേവനമാണെന്ന് പറയാൻ കഴിയുമോ? അതുമില്ല. അർഹിക്കുന്ന വേദന കിട്ടുന്നോ? അതുമില്ല. അപ്പോൾ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മനുഷ്യരോടുള്ള, സഹജീവികളോടുള്ള ഒരു സഹായ ഹസ്തമാണത്. ഫോറം ജില്ലാ പ്രസിഡന്റ് പ്രീന മേരി ജോസഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി AP സദാനന്ദൻ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. നമ്മൾ വന്നിരിക്കുന്ന ഈ സംഘടനയുടെ പിറവി എവിടെ നിന്നാണ്? ഈ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് അക്ഷയ കൊടുക്കുന്ന സർക്കാരിന്റെ ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടി സംസ്ഥാന തലത്തില് അക്ഷയ സംരംഭകർ ചേർന്ന് ഉണ്ടാക്കിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, കേസ് ഗ്രൂപ്പ്. ആ കേസ് ഗ്രൂപ്പാണ് പിന്നീട് ഫേസായി രൂപാന്തരപ്പെട്ടത്. എറണാകുളത്ത് ഹൈക്കോടതിയില് ഏതൊക്കെ വക്കീലന്മാരെ നമുക്ക് കാണണമെന്ന് കൂടിയാലോചിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ ജില്ലകളിലെ സംരംഭകര് അങ്ങനെ എറണാകുളത്ത് ഇങ്ങനെ ഒത്തുകൂടി. മുതിർന്ന അക്ഷയ സംരംഭകരെ പരിപാടിയിൽ ആദരിച്ചു. അശോകകുമാർ അനുശോചന പ്രമേയവും നീതു B പ്രവർത്തന റിപ്പോർട്ടും സുനിത S സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. നജീദ് I സ്വാഗതം പറഞ്ഞു. ഷബീർ കാസിം നന്ദി പറഞ്ഞു. വിവിധ വിഷയങ്ങളിൽ ക്ലാസും നടത്തി. അതിൽ രണ്ട് കാര്യങ്ങൾ അക്കമിട്ട് സദൻ സാറ് പറഞ്ഞു ഇല്ലേ? ഏതെല്ലാം രീതിയിൽ എങ്ങനെയൊക്കെ ഒരു സംഘടനയുടെ മെമ്പർമാർക്ക് ബെനിഫിറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്താം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു. അടുത്തത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ സംരംഭകർക്ക് വരുന്ന അവശതകളിൽ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളിൽ നമ്മൾ പരസ്പരം താങ്ങായി നിൽക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ഫേസിന്റെ രൂപീകരണ വേളയിലാണ് നമ്മൾ ഇതിന്റെ ഒരു പ്രൊജക്ട് അവതരിപ്പിക്കുന്നതും. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കായംകുളം നഗരസഭയിലേക്ക് LDF മാർച്ചും ധർണയും നടത്തി. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചും കായംകുളം നഗരസഭയുടെ കെടുകാര്യസ്ഥിതിക്കെതിരെയുമാണ് മാർച്ചും ധർണയും നടത്തിയത്. UDF BJP അവിശുദ്ധ കൂട്ടുകെട്ട് പുറത്തു കൊണ്ടുവന്ന LDF കൗൺസിലർമാരെ കള്ളക്കേസിൽ കുടുക്കിയ കായംകുളം നഗരസഭയുടെ തെറ്റായ നിലപാടുകൾക്കെതിരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാൽ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ LDF കായംകുളം ടൗൺ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മുനിസിപ്പൽ മാർച്ചാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക, കായംകുളം നഗരസഭയുടെ കെടുകാര്യസ്ഥതയും ജനാധിപത്യ വിരുദ്ധ നിലപാടും അവസാനിപ്പിക്കുക, സ്വജനപക്ഷപാതം, LDF കൗൺസിലർമാർക്കെതിരെയുള്ള കള്ളക്കേസെടുക്കൽ എന്നിവ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് LDF ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. താലൂക്ക് ആശുപത്രിയിലെ ശൂചിയാവസ്ഥ പരിഹരിക്കുക, നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങളും മാർച്ചിൽ LDF ഉന്നയിച്ചു. മാർച്ചിന് ശേഷം നഗരസഭാ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം A മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഗവൺമെന്റ് വന്ന് 2.5 മാസക്കാലമായിട്ട് പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയമപരമായ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി, പദ്ധതി വിഹിതത്തിന്റെ ആദ്യ ഗഡു പോലും തരാത്ത സ്ഥിതി, മറ്റ് പദ്ധതി വിഹിതം പോലും അനുവദിക്കപ്പെടാത്ത സ്ഥിതി. ഇത് വളരെ ഗൗരവത്തോടു കൂടിയാണ് UDFന്റെ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും മുനിസിപ്പൽ തലത്തിലുമുള്ള ജനപ്രതിനിധികൾ പോലും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ
UDF-നെയും കൂടി ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരം ഫലപ്രദമായി ക്രിയാത്മകമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുപോയ സമീപനമാണ് സ്വീകരിച്ചത്. പദ്ധതി വിഹിതം കൃത്യസമയത്ത് കൊടുക്കുക മാത്രമല്ല, ജനറൽ പർപ്പസ് ഗ്രാന്റ് കൊടുക്കുക മാത്രമല്ല, മെയിൻ്റെനൻസ് ഗ്രാന്റ് കൊടുക്കുക മാത്രമല്ല, സ്പിൽ ഓവർ പ്രോജക്റ്റുകളെ സംബന്ധിച്ച് വ്യക്തതയുണ്ടാക്കിയെന്ന് മാത്രമല്ല, ലൈഫിൻ്റെയും PMAY പദ്ധതിയുടെയും ഒക്കെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതം കൃത്യമായി കൊടുത്തുകൊണ്ട് തന്നെ പദ്ധതിയെല്ലാം തന്നെ ഫലപ്രദമായി സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോകുന്ന സമീപനമാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചു. LDF കൺവീനർ അഡ്വക്കേറ്റ് A. ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. P. ഗാനകുമാർ, ഷെയ്ഖ് P. ഹാരിസ്, അഡ്വക്കേറ്റ് AS സുനിൽ, SK ശുനാഥ, P. അരവിന്ദാക്ഷൻ, ലിയാഖത്ത് പറമ്പി, സക്കീർ മല്ലഞ്ചേരി, അഡ്വക്കേറ്റ് A. ഷിജി, സലീം ഉരുക്കുമോട, മിനി സലീം, A. നസീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. മഴക്കെടുതി അടിയന്തര ഘട്ടം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയതായി മന്ത്രി M. ലിജു. തോട്ടപ്പള്ളി സ്പിൽവേയും കടൽക്ഷോഭ ബാധിത മേഖലകളും മന്ത്രി സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ചു. മുന്നൊരുക്കങ്ങളിൽ ജില്ലാ ഭരണകൂടം കൃത്യമായ ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ അടിയന്തര ഘട്ടങ്ങൾ ഉണ്ടായാൽ നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ജില്ലയിൽ പൂർത്തിയായതായി മന്ത്രി M. ലിജു. മുന്നൊരുക്കങ്ങളിൽ ജില്ലാ ഭരണകൂടം കൃത്യമായ ജാഗ്രത പുലർത്തുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മഴക്കെടുതിയും കടൽക്ഷോഭവും നേരിട്ട പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും തോട്ടപ്പള്ളി സ്പിൽവേയും സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ജില്ലയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. കടൽക്ഷോഭത്തിന് ഹ്രസ്വകാല പരിഹാരമായിരിക്കും ഇപ്പോഴുണ്ടാവുക. മികച്ച രീതിയിൽ കടൽഭിത്തി സൃഷ്ടിച്ച് ശാശ്വതമായ പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ സർക്കാരിൽ നിന്നുണ്ടാവുമെന്നും മന്ത്രി പറഞ്ഞു. തോട്ടപ്പള്ളി സ്പിൽവേയിലെ ഷട്ടറുകളുടെ പ്രവർത്തനം മന്ത്രി വിലയിരുത്തി. തുടർന്ന് വിവിധ പ്രദേശങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ശക്തമായ മഴയിൽ കിഴക്കൻ മേഖലയിൽ നാശനഷ്ടം. അഞ്ചലിലെ വിവിധ പ്രദേശങ്ങളിൽ വീടുകളിലും കടകളിലും വെള്ളം കയറി. വ്യാപകമായ കൃഷിനാശവും സംഭവിച്ചു. ബാത്റൂമും എല്ലാം വെള്ളം കയറി. ഞങ്ങൾക്ക് പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും പോകാൻ വയ്യാത്തൊരവസ്ഥ. എനിക്ക് ഒരു 8 വയസ്സുള്ളൊരു മോളേ ഉണ്ട്, വേറെ ആരും ഇല്ല വീട്ടിൽ. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങളോട് കണ്ടെത്തിയെങ്കിലേ പറ്റത്തുള്ളൂ. എല്ലാ വർഷവും ഇങ്ങനെ വന്ന് വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നു, ഇവരൊക്കെ വന്ന് കാണുന്ന അല്ലാതെ പിന്നെ ഇതിന് യാതൊരു പരിഹാരവും ഇല്ല. അപ്പൊ ഈ ഒരു വർഷമെങ്കിലും ഞങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഒരു പരിഹാരം കാണിച്ചു. ഇനി അടുത്ത വർഷം ഞങ്ങൾക്ക് ഇതുപോലൊരു അവസ്ഥ വരരുത്. ശക്തമായ മഴയിൽ ഏറം, ഒറ്റത്തെങ്ങ്, അഞ്ചൽ ബൈപ്പാസ്, പടിഞ്ഞാറ്റിൻകര, മലമേൽ എന്നിവിടങ്ങളിലാണ് വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയത്. പ്രദേശത്ത് വ്യാപകമായ കൃഷിനാശവും സംഭവിച്ചു. വെള്ളം കയറി നാശനഷ്ടമുണ്ടായ ഏറം, ഒറ്റത്തെങ്ങ് ഭാഗങ്ങളിൽ C. അജയപ്രസാദ് MLA യുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി നാശനഷ്ടം വിലയിരുത്തി. ഇന്നലെ രാത്രിയിൽ തോരാതെ പെയ്ത മഴയിൽ പട പൊട്ടി വെള്ളം പല വീടുകളിലേക്കും കയറി. 2-3 വീടുകൾ വെള്ളത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കൃഷിയിടങ്ങളിലെല്ലാം വെള്ളം കയറി കൃഷിയെല്ലാം നശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിലം എന്നുള്ള നിലയിൽ കിടക്കുന്ന ഭൂമിയാണ്. പക്ഷേ ഇപ്പോഴത് നിലത്തിൽ നെൽകൃഷിയൊന്നുമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ വെള്ളം കയറിയപ്പോൾ ആളുകൾ അവിടെ എല്ലാം വീടൊക്കെ വെച്ച് താമസിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ മറ്റ് കാര്യങ്ങളല്ല നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പോൾ ഇവിടെ മട പൊട്ടി വെള്ളം ഈ വീടുകളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളുണ്ട്, വില്ലേജ് ഓഫീസറുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ട്. പിന്നെ അങ്ങനെ എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാം ഇപ്പോൾ സന്ദർശിച്ചു. അപ്പം അതിൻ്റെ ഭാഗമായി അടിയന്തരമായി എയ്ക്ക് ചുമതല കൊടുത്തു. ഇത് എസ്റ്റിമേറ്റ് എടുത്ത് ഈ മട അടയ്ക്കാനുള്ള തീരുമാനം ഉടനെ ഉണ്ടാകണമെന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സെക്രട്ടറി ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏറം വയലിൽ തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ഏറം കൊല്ലിക്കാവ് എന്നിവിടങ്ങളിലും ഏറം ജംഗ്ഷനിലും വെള്ളം കയറി. അഞ്ചൽ തടിക്കാട് പാതയിൽ ഒറ്റത്തെങ്ങ് ഭാഗത്ത് വീടുകളിലും ഏറം ജംഗ്ഷനിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. തടിക്കാട് മലമേൽ ക്ഷേത്രം പാതയിൽ പാറ ഇളകി വീണു. പാതയിൽ ആൾക്കാരും വാഹനങ്ങളും ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. ഒറ്റത്തെങ്ങ് ഭാഗത്ത് വീടുകളിലും ഏലായിലും വെള്ളം കയറി.
ഇവിടെ താമസക്കാരെ മാറ്റിപ്പാർപ്പിക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൃഷിഭൂമിയിൽ മണ്ണിട്ടു നികത്തിയതും പുതിയ പാത നിർമ്മാണത്തിന് ഓടകൾ ഫലപ്രദമായി എടുക്കാത്തതുമാണ് വീടുകളിൽ വെള്ളം കയറാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ മേലത്താണ് അത് മെയിനായിട്ട് കെട്ടണം. ഞങ്ങൾക്ക് ഈ പാലമുക്ക് റോഡിന്റെ അങ്ങോട്ടുള്ള ആ റോഡ് അന്ന് റോഡ് പണിഞ്ഞപ്പം അവർ ഈ ഓട അടച്ചു കളഞ്ഞ് സൈറ്റായിട്ടില്ല തോട്ടി ഇറങ്ങുന്ന ഓട ആ കലങ്ങിന്റെ അവിടെ അത് ഞങ്ങൾക്ക് തുറന്ന് അവിടെ ഒരു പൈപ്പിട്ട് തരണം, ഇരുമ്പിന്റെ പൈപ്പിട്ട് അത് ശരിയാക്കി തരണം. ഞങ്ങൾക്ക് ഇനി അടുത്ത വർഷം മുതലെങ്കിലും ഇതിനകത്തൊന്നും ഞങ്ങൾക്ക് ഇതുപോലുള്ള ശല്യം ഉണ്ടാവരുത്. 12 വർഷത്തിന് ഇപ്പുറമാണ് ഞങ്ങൾക്ക് ഈ വെള്ളശല്യം ഉണ്ടാവുന്നത്. അതിനപ്പുറത്തോട്ട് ഒരു തുള്ളി വെള്ളം ഞങ്ങളുടെ വീട്ടിൽ കയറിയിട്ടില്ല. ഇതേപോലെ കണ്ടില്ലേ, ഇത് തന്നെയാണ് വെള്ളം കെട്ടി മേളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ വരുന്ന അത്രയും. ഈ കൈക്കകത്ത് ഇപ്പം ഞങ്ങൾക്ക് മുട്ടോളം വെള്ളമുണ്ട്, ബാഗിലും ഫ്രണ്ടിലും ഒക്കെ. റൂമിനകത്തും വെള്ളങ്ങളും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് താമസിക്കാൻ ഒക്കുന്നില്ല. ഇനിയിപ്പം ഞങ്ങളെല്ലാം പിന്നെ ഞങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഞങ്ങൾ പറക്കി ഒരു ബാഗിൽ വെച്ചിരിക്കുന്നു. ഇനി ഇത് ഹാളിൽ മാത്രമേ ഉള്ളൂ വെള്ളം കയറാത്ത. അതിലും കൂടെ വെള്ളം കയറി കഴിഞ്ഞാൽ എവിടെയെങ്കിലും അടുത്ത് ഞങ്ങളുടെ ബന്ധുവിന്റെ വീട്ടിൽ എവിടെയെങ്കിലും പോകുകയാണ്. അനധികൃതമായി മണ്ണിട്ട് നികത്തിയ വയലുകളിലെ മണ്ണുകൾ നീക്കം ചെയ്യണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. അഞ്ചൽ ബൈപ്പാസിലെ കടകളിലും വെള്ളം കയറി. പടിഞ്ഞാറ്റിൻകര തോട് കരകവിഞ്ഞൊഴുകി. പരിസരത്തെ കൃഷിസ്ഥലങ്ങളിലും കൃഷിയിടങ്ങളിലും റബ്ബർ തോട്ടങ്ങളിലും വ്യാപകമായി വെള്ളം കയറിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൊല്ലം കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് മാർച്ചും ധർണയും നടത്തിയത്. പൊതുവിദ്യാഭ്യാസ മേഖലയെ ദുർബലപ്പെടുത്തുന്ന നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറുക, PM-ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. പൊതുവിദ്യാഭ്യാസ മേഖലയെ ദുർബലപ്പെടുത്തുന്ന നടപടികളിൽ നിന്ന് കേന്ദ്ര കേരള സർക്കാരുകൾ പിന്മാറുക, വർഗീയതയിലൂന്നിയ PM-ശ്രീ കേരളത്തിൽ നടപ്പാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, 12ാം ശമ്പള പരിഷ്കരണം 5 വർഷ തത്വം പാലിച്ച് നടപ്പാക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ AKSTU-വിന്റെ നേതൃത്വത്തിൽ കൊല്ലം കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. സംസ്ഥാന സെക്രട്ടറി ബിനു പട്ടേരി സമരം ഉദ്ഘാടനം ചെയ്തു. അയ്യഞ്ചാണ്ട് കൂടുമ്പോൾ ആ തത്വം പാലിച്ച് ശമ്പള പരിഷ്കരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളത്തിൽ. രാജ്യത്തിനാകെ മാതൃകയാകുന്ന തരത്തിൽ 5 ആണ്ട് കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം നടത്തിക്കൊണ്ടിരുന്ന അച്യുതമേനോൻ മന്ത്രിസഭയുടെ കാലത്താണ് കേരളത്തിൽ 5 ആണ്ട് കൂടുമ്പോൾ ആ തത്വം പാലിച്ചുകൊണ്ട് ജീവനക്കാർക്ക്, അധ്യാപകർക്ക് ശമ്പള പരിഷ്കരണം നടത്താം എന്നുള്ള ഒരു ധാരണയിൽ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇക്കഴിഞ്ഞ LDF ഗവൺമെന്റ് അതിന്റെ അവസാന കാലത്ത് സമയം കഴിഞ്ഞിട്ട് പോലും ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ച് 3 മാസത്തിനകം പൂർത്തിയാക്കണം എന്ന ഉത്തരവോടുകൂടി അതിന്റെ കമ്മീഷനെയും അംഗങ്ങളെയും നിശ്ചയിച്ചിട്ടാണ് പോയത്. ആ 3 മാസം പൂർത്തിയായി, 4 മാസം കഴിഞ്ഞു, 5 മാസം കഴിഞ്ഞു, അടുത്ത മാസങ്ങളിലേക്ക് കടക്കുന്നു. ആ കമ്മീഷന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ആ കമ്മീഷൻ അംഗങ്ങളെ എല്ലാവരും ഉണ്ടോ? എവിടെ വരെയാ അതിന്റെ പ്രവർത്തനങ്ങൾ? ഇക്കാര്യങ്ങളിലൊന്നും ഈ സർക്കാരിന് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ മിണ്ടാട്ടങ്ങളോ ഇല്ല. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് 5 വർഷ തത്വം പാലിച്ച് ശമ്പള പരിഷ്കരണം നടത്തുന്നു എന്നത് 10 വർഷത്തിലൊരിക്കൽ നടത്തിയാൽ എന്താണ് എന്ന തരത്തിലേക്ക് ആലോചന പോകുന്നു എന്നാണ്. ജില്ലാ പ്രസിഡന്റ് T കിഷോർ അധ്യക്ഷത വഹിച്ചു. KB അനു, KV ബിനോയി, NR ജയശ്രീ, K സജീവ് കുമാർ, ഷൈനി TS, രതീഷ് സംഗമം, സാജൻ MS, സ്മിത MD, ബിനേഷ് യുവൃതൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. വെള്ളപ്പൊക്ക ബാധിത മേഖലകളിലേക്ക് കൂടുതൽ ബോട്ടുകൾ എത്തിക്കാനുള്ള പ്രവർത്തനം തുടരും. തങ്കശ്ശേരി ഹാർബറിൽ നിന്നുമാണ് ബോട്ടുകൾ എത്തിക്കുന്നത്. ആറന്മുള, റാന്നി, തിരുവല്ല ഭാഗങ്ങളിലേക്ക് ബോട്ടുകൾ അയച്ചു. മഴക്കെടുതി അടിയന്തര ഘട്ടം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയതായി മന്ത്രി M. ലിജു. തോട്ടപ്പള്ളി സ്പിൽവേയും കടൽക്ഷോഭ ബാധിത മേഖലകളും മന്ത്രി സന്ദർശിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധം. CPIM-ന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച്. പദ്ധതി വിഹിതം പുനഃസ്ഥാപിക്കണമെന്ന് CPIM. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.